നമ്മളെ അടുപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് വീശുവലയൊക്കെ ഉണ്ട്. എവിടെ നോക്കണം എന്നെയല്ല അവിടെ നോക്കി പറ. അടിപൊളി. അപ്പൊ നമ്മള് വീശി പിടിക്കുന്ന ചെറിയ മീനുകളെ തിന്നാനായിട്ട് നമ്മുടെ പ്രഭാകരൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിതേ നന്ദുവിന്റെ വീട്ടിലാണ് കേട്ടോ. നന്ദുവിന്റെ വല്യമ്മച്ചിയാണ്, നന്ദു ഉണ്ട്, നന്ദുവിന്റെ അച്ഛനുണ്ട്, നന്ദുവിന്റെ അമ്മ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയാണ് നമുക്ക് മീൻ വറുത്ത് തരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, മീനച്ചിലാറാണ് കേട്ടോ. അപ്പൊ നന്ദുവിന്റെ വീടിന്റെ ഫ്രണ്ടില് മീനച്ചിലാറാണ്. നന്ദുവിന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, വീട് പണി കഴിഞ്ഞില്ല. അപ്പോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ? തെള്ളിയെ വീശുന്നു. തെള്ളിയെ വീശാൻ പോവാണല്ലേ? ഇത് എല്ലാ സീസണിലും ഇവിടെ കിട്ടുന്നതാണോ? ഇല്ല, ഈ 2 മാസം. ഈ 2 മാസം മഴയുടെ സീസൺ, വെള്ളപ്പൊക്കത്തിന് മുമ്പല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് മീനച്ചിലാറ്റിന് തെള്ളീനെ വീശാൻ പോവാണ്. അപ്പോൾ തെള്ളീനെ വീശുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ തെള്ളീനെ വീശിയിട്ട് നമ്മൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾ പറ്റുവാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യും. വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്ദു ഭയങ്കര ഫോട്ടോഗ്രാഫർ ആണ്. ഈ സൈഡിൽ കാണുന്ന ഫോട്ടോ ഉണ്ട്. നന്ദു ഭയങ്കര ഫോട്ടോഗ്രാഫി ആയിരുന്നു. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഫോട്ടോ ഇതുണ്ടോ, നേരെ ഓപ്പോസിറ്റ് കാണുന്ന കട വെച്ചെടുത്താണ്. പ്രോ മീഡിയ ഇൻസ്റ്റഗ്രാം. അപ്പം നന്ദു പയ്യെ 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 കയറി വരുന്ന ഒരാളാണ് കേട്ടോ. നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ കുറേ പറയുന്നതാണ്. ഞാൻ പഠിപ്പിച്ചു വീശാൻ പഠിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനാ പഠിപ്പിക്കുന്നത്. നന്ദുവാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 3ാമത്തെ വീശിന് വല കിടക്കുന്നുണ്ടല്ലോ. കുറച്ചുകൂടെ ആനുണ്ട്, എന്നാലും ഏറെക്കുറെ വെള്ളത്തിൽ ട്രൈ ചെയ്യാൻ പോകട്ടോ. പോകുന്നേ കണ്ടു കഴിഞ്ഞാൽ എല്ലാം അറിയാത്ത പോലെയാ. ഓക്കെ. കുറച്ചുകൂടെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാനല്ല കേട്ടോ വീശാൻ പോകുന്നത്. അപ്പൊ അങ്കിളാണ് വീശാൻ പോകുന്നത്. ഗൈസ് ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു 6:15 ആകുമ്പോഴേക്ക് നമ്മൾ തീറ്റി ഇടാൻ പോവാണ്. അപ്പൊ തീറ്റി ഇടുന്ന എങ്ങനെ കാണിച്ചു തരാം. 6:45 കേട്ടോ. സന്ധ്യ മയങ്ങുന്ന സമയത്ത് ഉണ്ടോ, സന്ധ്യ മയങ്ങുന്ന സമയമാണ്. അപ്പൊ നമ്മൾ തീറ്റി ഇടാൻ പോകണം. അപ്പൊ തീറ്റ കാണിച്ചു തരാം. ഓക്കെ. ഇപ്പൊ എല്ലാത്തിലെ ഒരു പിടി ഇത്രത്തിന് ആവശ്യമുള്ളൂ അല്ലേ? അപ്പം നമ്മൾ വീശാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇതിങ്ങനെ ഒരു പിടി ഇടുക. അപ്പോൾ ഒരു വീട് നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 1ാമത്തെ സ്ഥലം. ഇതുപോലെ 4 സ്ഥലത്ത് നമ്മൾ തീറ്റി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒത്തിരി ദൂരം പോകാറുന്നില്ല ഞങ്ങളെ. ഇപ്പൊ എല്ലാവരും മതിൽ കെട്ടിയതുകൊണ്ട് നമുക്ക് പോകാനും പറ്റത്തില്ല. അതാകുമ്പോൾ ഒറ്റ പോക്കിന് ഒരു 15 സ്ഥലത്തൊക്കെ വെച്ചാൽ പറ്റും. പിന്നെ അത്ര വീശി തിരിച്ചും വരുമ്പോഴേക്ക് ആശ്രമീനായല്ലേ. എള്ളി പിടിക്കുന്നുണ്ടെന്ന് പറയപ്പോഴേക്കിന്റെ ഒരാള് ഉണ്ടോ മീൻ ഫ്രൈ ആയെന്നൊക്കെ ചോദിച്ചോണ്ടോ ജോബിന് എത്തിയിട്ടുണ്ടല്ലോ കേട്ടോ. ഇവരെല്ലാവരും കണ്ട് പരിചയമുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ വള്ളത്തെ മീൻ പിടിച്ചപ്പോഴേക്കും ഇവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു പിടി തിരക്കായതുകൊണ്ട് വറക്കം വിളിച്ചാൽ ഇത് ഉറപ്പായിട്ടും ഇടും. 3ാമത്തെ കടലോട്ട് പോകും കേട്ടോ. ഇത് വള്ളത്തിൽ നിന്നാണ് ആടും ഞങ്ങളെ. ഇത് വള്ളത്തിന്റെ തൊട്ടപ്പുറം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ 3ാമത്തെ സ്ഥലം. ഇത് 4ാമത്തെ കടവാണ് കേട്ടോ. ഇത് നന്ദുവിന്റെ ഒക്കെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കടവാണ്. ഓക്കെ. അപ്പോൾ അവിടെയും കൂടെ നമ്മൾ തീറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളിത് ഏകദേശം 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും വീശ് തുടങ്ങും. അങ്കിളുടെ പേര് പറഞ്ഞില്ല വീഡിയോക്കകത്ത്. അങ്കിളിനെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ കേട്ടോ. അപ്പോൾ നമ്മൾ വല വീശാൻ പോവാണ് കേട്ടോ. നമ്മുടെ ആൾ വന്നിട്ടുണ്ട്. മിച്ചം വരുന്ന ചെറിയ മീനുകളൊക്കെ ഇവന് കൊടുക്കാന്ന് പറഞ്ഞ് നന്ദുവിനെ പറ്റിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് 10 മിനിറ്റ് കഴിഞ്ഞ് വീശാൻ പോവാണ്. ഈ വല എത്ര കിലോ ആയിരിക്കും നമ്മളെ? ഇതൊക്കെ 4 കിലോ. 4 കിലോ അല്ലേ? മീനിടാനുള്ള പാത്രമൊക്കെ ആയിട്ട് നന്ദു എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തീറ്റയുടെ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഞങ്ങളങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ആദ്യത്തെ വീശാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ വീശുന്നത് കാണിക്കുന്നില്ല, കാര്യം വെള്ളത്തിലൂടെ വെട്ടം അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വീശി കഴിഞ്ഞ് വല താന്ന് കഴിയുമ്പോൾ നമ്മൾ കാണിച്ചു തരാം. കറക്റ്റ് വീശായിരുന്നു കേട്ടോ. കാണിക്കാൻ പറ്റിയില്ല, പക്ഷേ കറക്റ്റ് വീശായിരുന്നു. മീനാണോ നിൽക്കുന്നത്? അല്ല, വെള്ളത്തിനടിയിൽ നിൽക്കുന്നത്. ഉണ്ട്. അടിപൊളി. കണ്ണ് തിളങ്ങുന്നുണ്ട് അച്ഛന്മാരെ. അപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വല കുടയുന്നത് ഇവിടെ വെച്ചിട്ടല്ല, നമ്മൾ അപ്പുറത്തെ കടവിൽ പോയിട്ടാണ് വല കുടയുന്നത് കേട്ടോ. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെയും കൂടെ തീറ്റി ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു എത്ര റൗണ്ട് വീശും ഞങ്ങൾ? മൊത്തം 2 പ്രാവശ്യം. 2 പ്രാവശ്യം വീശി കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള മീനെല്ലാം കിട്ടും. നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു റൗണ്ടും കൂടെ നമ്മളിവിടെ തീറ്റിയിടും. എന്നാലും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയത് ഇത് കണ്ടോ, വയമ്പാണ് കേട്ടോ. നമുക്ക് അരാബാമിക്ക് തീറ്റ കൊടുക്കാം. അടിപൊളി. 1 2 കാലം തള്ളി. അയ്യോ 2. ഓ എൻ്റെ കൈ ഇറക്കി കേട്ടോ. ഇതുണ്ടോ കാല് കുറഞ്ഞു പോയി വള്ളത്തി. 2 4 4 4 5 5 6 7 8. അടിപൊളി. 8 9 10 11 12. ഫോൺ 12 13 14. ഞങ്ങൾ അടിപൊളി.
14, 15, 16, അടിപൊളി. ഇവിടെ ഒരാള് കിട്ടുന്നതിന് വറക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിത് രണ്ടാമത്തെ സ്ഥലത്ത് വീശാൻ പോവാണ്. ഇപ്പോഴും ഞാൻ വെട്ടം അടിക്കുന്നില്ല, അങ്കിള് വീശി കഴിയുമ്പോൾ വെട്ടം അടിക്കാം. നമുക്ക് താഴോട്ട് ഇറങ്ങി നിൽക്കാം കേട്ടോ. അടിപൊളി. അങ്കിള് വീശിയിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ഗസ് ഉണ്ടോ എത്ര മീനുണ്ടെന്ന്? ഫസ്റ്റ് അങ്കിളിന് എടുത്ത് തുടങ്ങാം കേട്ടോ. അങ്കിളിന് ഗസ് ഉണ്ടോ? 10 കാണും. 10. 8. ശ്രീനാഥ് ഒരു 12 മേളിൽ കിട്ടും. 12 മേളിൽ. 15. 14. ഞാൻ 13. വലിയൊരു കൂട്. പക്ഷെ എനിക്ക് ഇല കയറി കിടക്കുകയല്ലേ. നമ്മളിവിടെയും തീറ്റ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ വീശാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ തീറ്റ ഇട്ടിട്ടുണ്ട്. എടാ ഉണ്ടോ അതിനകത്ത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 വലുതാട്ടോ. 14, 15, 16, 17, 18, 19. ആരെങ്കിലും പറഞ്ഞില്ല. 20. അടിപൊളി. ആദ്യത്തെ വീശുന്നേക്കാളും കൂടുതലുണ്ടോ? 20 വേണം. 21. അപ്പൊ നമ്മളിതേ മൂന്നാമത്തെ സ്ഥലത്ത് വീശാൻ പോകണം കേട്ടോ. നമുക്ക് ഇന്നലത്തെക്കാളും ഒക്കെ ഒത്തിരി കൂടുതലുണ്ട്. അങ്കിളിന് വള്ളത്തെ കയറി നിന്ന് വേണം വീശാനായിട്ട്. ഇതുണ്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അങ്ങോട്ട് പോകുന്നില്ല, കാരണം നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല, വെട്ടം അടിക്കാനും പറ്റത്തില്ല. അങ്കിൾ വീശി കഴിയുമ്പോൾ കാണിച്ചു തരാം. നമ്മളവിടെ വീശി അത്ര വിരിഞ്ഞില്ല കേട്ടോ. അതെന്നെ ഉടക്കുണ്ടായിരുന്നു നമ്മളെ, ചെറിയ ഉടക്കുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അവിടെ നമ്മൾ തീറ്റിയിടാൻ പോകണം കേട്ടോ. ഇത് നീട്ടിട്ടോ അവിടെ വീശാൻ എളുപ്പമുള്ള അവിടെ നമ്മൾ തീറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ വീശിൽ എത്ര എണ്ണം കിട്ടി നോക്കാവേ. ഉടക്കുണ്ടായിരുന്നല്ലേ? ഒന്ന് ഗൈസ്, ഇത് വലുതാണ് കേട്ടോ. ഇത് നടന്നു പോകുന്നുണ്ടോ? ഇത് കണ്ടോ, 2 JCB അല്ലേ, 2 വലുതിനെ കിട്ടിയിട്ടുണ്ട്. 3 അങ്ങളെ കിട്ടിയാലും വലുതാട്ടോ. 3, 4, 5, 6, 7. ഭയങ്കര ചാട്ടമാണ്, അതിന് പിടിക്കാൻ കിട്ടുന്നില്ല. ഇതുണ്ടോ, ഇപ്രാവശ്യം മീനൊന്നും കിട്ടിയില്ലല്ലേ ഗൈസ്? അടുത്തന്നെ കിട്ടിയിരിക്കാം. അപ്പൊ നമ്മളിതേ 4ാമത്തെ സ്ഥലത്ത്, നമ്മൾ തീറ്റ ഇട്ടതിൽ അവസാനത്തെ സ്ഥലത്തോട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പൊ നമ്മളിതേ 4ാമത്തെ സ്ഥലത്ത് വീശാൻ പോണേ. ജോൺ ലൈറ്റ് അടിയില്ലേ? വീശിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് മിക്കവാറും എന്തെങ്കിലും വെറൈറ്റി മീനുകൾ അതിനകത്ത് കാണും. ചെറുതായിട്ട് വല ഉടക്കിയിട്ടുണ്ട്. നമ്മളിവിടെ തീറ്റ ഇടാൻ പോവാണ്. ഓക്കെ, ഇതിനേക്കാളും വലുതാവോ? ഇതേണ്ട അടുത്ത് വലുത് സൂപ്പറാണ് കേട്ടോ. 2. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര നൊസ്റ്റാൾജിയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കാണുന്ന പല ആൾക്കാരും ഇതുപോലെ നാട്ടിൽ മഴയത്ത് മീനൊക്കെ പിടിച്ചാണെന്നുണ്ട്. ദുബായിലും അതുപോലത്തെ ഒത്തിരി പ്രവാസി ജീവിതം നയിക്കുന്ന ആൾക്കാരൊക്കെ, അവർക്കൊക്കെ ഇതൊരു വല്ലാത്തൊരു നൊസ്റ്റാൾജി ആയിരിക്കും. ഇങ്ങനെ പോയവർക്ക് മാത്രം അറിയത്തുള്ളൂ അതിന്റെ ഒരു കൊല്ലം നമുക്കറിയാലോ. കറക്റ്റായിട്ട് നമുക്കറിയാം. ഈ സമയത്ത് നമ്മൾ വേർത്ത് വിളിച്ചിരിക്കുന്ന ടൈമാണ്. രാത്രി പോലും 40 ചെറിയ മഴയും ഭയങ്കര ഫീലാണ്. നാടൻ മീനും അവിടെ ഉള്ളവർക്ക് അത് അറിയത്തുള്ളൂ. പുറത്ത് പോയവർക്കേ അറിയത്തുള്ളൂ. വലിയ മീനോട് കിട്ടുന്നത് നൈസായിരുന്നു. വലുതാങ്കളെ ഗൈസ് കണ്ടല്ലോ, നല്ല മുഴുത്താണ് കേട്ടോ. 1, അടിപൊളി. 2 ഇത് കണ്ടല്ലോ, കയ്യിൽ ഇറക്കുന്നുണ്ടോ നോക്കി. 2, അതെ 3, അത് തന്നെ 3 ഗൈസ്. നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലുതാണ് കേട്ടോ. ഇവൻ കാലൻ കൊഞ്ചെന്നാണ് പറയുന്നത്. കാലൻ തെള്ളികളാ നമ്മൾ കാലൻ തെള്ളി എന്ന് പറയും കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ ചില്ലാങ്കുഴി എന്ന് പറയുന്ന സാധനം. അപ്പൊ ഗൈസ് നമ്മളിത് വീശി കഴിഞ്ഞിട്ടുണ്ട്. അങ്കിളെ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ അങ്കിള് മഴ നനഞ്ഞു, അങ്കിള് കുളിക്കാൻ പോവാണ്.
അപ്പൊ അങ്കിൾ കുളിക്കുന്ന ഗ്യാപ്പില് നമ്മൾ നന്ദുവിന്റെ മമ്മീനെ കൊണ്ട് നമ്മൾ മീൻ ക്ലീൻ ചെയ്യും. അമ്മ ഓടിക്കോളെ. ഇല്ല സത്യമായിട്ടില്ല പ്രശ്നമൊന്നുമില്ല. അപ്പൊ എടുത്തേ നമ്മളപ്പോ നേരെ ക്ലീൻ ചെയ്യാൻ പോകണം കേട്ടോ. നമ്മള് മീൻ ക്ലീൻ ചെയ്യാൻ പോകണം. നമ്മളല്ല ക്ലീൻ ചെയ്യാൻ പോകുന്നത്, നന്ദുവിന്റെ അമ്മയാണ് ഇവിടെ ക്ലീൻ ചെയ്യുന്നത്. ആന്റി ഇത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണോ പാടാണോ? ആണല്ലേ. നമുക്ക് ആന്റി പറഞ്ഞുതരും ഇവിടെ എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന്. കാല് കട്ട് ചെയ്ത് കളയുക, തല കണ്ടിച്ച് കളയുക. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളല്ലേ. നമ്മൾ മീൻ വെട്ടുന്നത് നോക്കിയത് ഒരാൾ ഇവിടെ ഇരിക്കുന്ന നോക്കി. എന്നാണ് നിനക്ക് വേണ്ടേ? എന്നാ വേണ്ടേ? എന്നാ വേണ്ടേ? വാ കാണിച്ചുതരാം. പള്ളത്തിന് നമ്മൾ നമ്മുടെ അരാപ്പമി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ ആന്റി എല്ലാ തെള്ളിയുടെയും തലയും വാലും ആദ്യമേ കളയുവാണ്. അതിനുശേഷമാണ് നമ്മൾ അതിനെ ക്ലീൻ ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. എളുപ്പമുണ്ടല്ലേ. ഇതേ നന്ദു ഇച്ചിരി വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അപ്പം ചൂടുവെള്ളത്തിലിട്ടാൽ ഇതിനെ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ചൂടുവേണം ആന്റി, നല്ല ചൂടുവെള്ളം അല്ലേ. എന്നിട്ട് എത്ര നേരം വെക്കണം? അപ്പൊ ആന്റി പറഞ്ഞ അനുസരിച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോഴേക്കും ഇതിനെ ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട്. ഒരു ഇച്ചിരി പോലും ദശ പോകത്തില്ല അല്ലേ ആന്റി? ഇതുണ്ടോ? അങ്ങനെ അതിന്റെ പുറത്തുള്ള പുറന്തോടും കൂടെ പറിച്ചു കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിനെ മസാലയൊക്കെ പുരട്ടാൻ പോകുന്നത്. അപ്പൊ നമ്മളിത് ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ മസാല വരട്ടി വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റ് ആയിട്ട് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് വെക്കാം. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നന്ദുവിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായ ഫ്രഷ് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇടാം. അപ്പോൾ നമ്മളിത് നമ്മുടെ ചെമ്മീനും കൂടി ഇടാൻ പോവാണ്. രണ്ട് സെക്കൻഡ് ഇട്ടിട്ടൊരു 5 സെക്കൻഡ് ആയുള്ളൂ. അതിന് മുമ്പ് തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു അധികം നേരം ഒന്നും വേണ്ട. ഇത് ഫ്രൈ ആവാനായിട്ട് മാക്സിമം ഒരു 3 മിനിറ്റ് 4 മിനിറ്റ്, അതിൽ കൂടുതൽ ഇതിന്റെ ആവശ്യമില്ല. പെട്ടെന്ന് ഫ്രൈ ആവും. ഇപ്പൊ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, അതിന്റെ കളർ മൊത്തം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അസഹനീയമായ സ്മെല്ലാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അൺകൺട്രോളബിൾ ആണ്. വായിക്കൂടെ വെള്ളം വരുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നന്ദു കഴിക്കാനുള്ളതെന്ന് പറഞ്ഞു കൊടുത്തി. നമ്മളിപ്പോ ചക്ക വെട്ടി ഞങ്ങൾ വരുന്ന വഴിക്ക് നന്ദു ഒരു ചക്ക ഇട്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടില്ലേ? ഓ, നമ്മൾ ചക്ക വെട്ടിക്കൊണ്ടിരുന്ന ചക്ക ഇപ്പം വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് നമ്മൾ കഴിക്കും കേട്ടോ. ഇതിന്റെ സ്മെല്ല് ഒരു രക്ഷയില്ല കേട്ടോ. ഹെവി സ്മെല്ല്. ഇതിനെ ചക്ക വെച്ചതും തെള്ളി വറുത്തതും. ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? ഈ ഡയലോഗ് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കേട്ടോ. ഈ ഡയലോഗ് പറയുന്ന മലയാളത്തിലെ ഒരു വലിയൊരു യൂട്യൂബർ ഉണ്ട്. ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം ആരാണ്. റെക്കോർഡിൽ ഭാഷ വരുന്നില്ല. നമ്മുടെ അല്ല, ഞങ്ങളുടെ. നമ്മുടെ ചെമ്മീൻ പാകത്തിന് വെന്തിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് നന്ദുദേ നല്ല അടിപൊളി ചക്ക വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചക്ക വേവിച്ച് കാണിച്ചു കൊടുത്തേ. നമ്മൾ ചക്ക വേവിച്ചതിന്റെ മേളിലേക്ക് ഇതിനെ എടുത്ത് ഒഴിക്കാൻ പോവാണ് കേട്ടോ. തീ ഓഫ് ചെയ്യണം കേട്ടോ. തീ ഓഫ് ചെയ്തു മേലോട്ട് വെക്കും. നമ്മൾ നമ്മുടെ ചക്ക വേവിച്ചതിന്റെ മേളിലോട്ട് ചൂടാ രണ്ട് കറിവേപ്പില അങ്ങോട്ട് ഇട്ടേ. മീൻ പിടിച്ചു വന്ന ആള് തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് അങ്കിൾ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുന്നതാണ്. ചക്ക ഇട്ടതും മീൻ പിടിച്ചതെന്നും അങ്കിളാണ് കേട്ടോ. സൂപ്പർ സാധനമായിട്ട് ആണല്ലേ. ഇത്രയും ഫ്രഷ് സാധനം. കാരണം ഇതെല്ലാം നമ്മുടെ തന്നെയാണ്. ചക്ക നമ്മുടെയാണ്, ആറ്റിലെ മീൻ നമ്മുടെയാണ്. ഇനി മീൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആന്റിയാണ് നമുക്ക് മീൻ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആന്റി ടേസ്റ്റ് ചെയ്യട്ടെ. അമ്മൂമ്മയാണ് ചക്ക കഴിച്ചത്. എങ്ങനെയാണ് ആന്റി? ഞങ്ങൾ വറുത്ത എങ്ങനെയാണ്? ഓവറായിട്ട് ഫ്രൈ ആയി പോയിട്ടുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. കാണിച്ച് ടേസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പർ ആണല്ലേ. അപ്പൊ നമ്മുടെ ശ്രീനാഥ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കുറച്ച് കപ്പ എടുത്തിട്ട് വെച്ചിട്ട് ഒരു കറിവേപ്പില, കുറച്ചും കൂടെ ഒരു കപ്പ എടുത്തതിന് വേണ്ടി സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില വേണ്ടി വെച്ചിട്ട് അടിപൊളി. കമ്പ അതിന്റെ കൂടെ നമ്മളൊരു കമ്പ് എന്താണ് ഈ കറിവേപ്പില അതിന്റെ കൂടെ വേറെ സാധനം നമ്മൾ മറന്നുപോയി. ഇതിനോട് ഇഞ്ചി വെളുത്തുള്ളി
ആ വെളുത്തുള്ളിയും കൂടെ അതിനെ കൂടെ വെക്കുമ്പോൾ ചവയ്ക്കുമ്പോൾ നല്ലൊരു വെളുത്തുള്ളി അത് കാണുന്ന വെച്ചാൽ നേരെ വെളുത്തുള്ളി ഞങ്ങൾക്ക് വേണം കേട്ടോ ഗൈസ്. ഇത് ഇതുണ്ട് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കും ഒറ്റ ഒരു കൊമ്പോ. എങ്ങനെയുണ്ട് അവിടെ തന്നെ ഡയഗ്നോസ് ഒന്നും പറയാനില്ല, സൂപ്പർ അടിപൊളി സാധനം. ഒന്നും പറയില്ല. പൊളി. ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എന്നാണ്ട് കിടിലൻ സാധനം. ചക്കയും മീൻകറിയാണ് കഴിക്കാറുള്ളത്, കോമ്പിനേഷൻ. പക്ഷെ ഈ സാധനം അടിപൊളി സാധനം. എടാ സത്യത്തിൽ തെള്ളിയുടെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് തലക്കറിയോ? അവർക്ക് ആർക്കും അറിയത്തില്ല. തലഭാഗമില്ലേ അതിന് പ്രത്യേക ടേസ്റ്റാ. നീ ഇങ്ങനെയൊക്കെ പറയാതെ. ഞാൻ അരപ്പ് മാത്രം എടുക്കും, അതിന്റെ ടേസ്റ്റ് ഉള്ള ഭാഗം മാത്രം. എല്ലാത്തിനും തലയും എടുക്കുക. ഇപ്പം പറയുന്നതിന് മുമ്പ് ഞാൻ തന്നെ പറയാം കേട്ടോ. ചിരപരിചിതനായ ഒരു രുചിനോട്ടക്കാരൻ. അതിന്റെ തെള്ളി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ തലയുടെ ടേസ്റ്റ്. അയ്യോ എനിക്കിത് വേണ്ട, ഞാൻ ഇത് എടുക്കുന്നു. എനിക്കില്ല. ഞാൻ കഴിക്കണം. കിടിലൻ സാധനം, അടിപൊളിയാണോ? പൊളി സാധനം. ഇത് പിടിച്ചേ. ഞാൻ എടുക്കട്ടെ. ചക്ക കഴിച്ചത് കൂട്ടിയാണ്. ഇത് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ഞാൻ രണ്ടു തന്നെ ഇച്ചിരി കൂടുതൽ എടുക്കുവാണ്. ഇത് കണ്ടല്ലോ, വെളുത്തുള്ളിയുണ്ട്, ചെമ്മീനുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പിലുണ്ട്. പുള്ളിയുടെ ഒരു സാധനമുണ്ട്, പുള്ളിയുടെ ഒരു ആക്ഷൻ സാധനമുണ്ട്. പുലിക്ക് ഒരു പാട്ട് പാടുന്ന പോലെയൊക്കെ തോന്നും. ശരിക്കും പറയാലോ, നമുക്ക് നന്നായിട്ട് ആ ടേസ്റ്റ് ഫീൽ ആവുന്ന ഒരു അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം വെച്ചാൽ ഞാൻ പെട്ടെന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്തില്ലെങ്കിൽ ഈ സാധനം അതിനേക്കാളും പെട്ടെന്ന് തീരും. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. നമ്മുടെ ചാനൽ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പൊ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സിനിമയിൽ എടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂണ്ടിടാനുള്ള പാത്രമൊക്കെ ആയിട്ട് ചൂണ്ടല്ലടാ, വലയാ. പൊട്ടിത്തിരിക്കോ? പറയാനൊന്നും കിട്ടുന്നില്ല. എന്റെ മീൻ, എന്റെ പുഴ, എന്റെ ചട്ടി. ആരാണ് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്? തെള്ളി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ തലയുടെ ടേസ്റ്റ്. ഒരു രക്ഷയില്ല. ജീവിക്കാൻ നമുക്ക് പൈസ വേണം, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. എന്നാൽ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പൈസ മാത്രം പോരാ, അതിന് നല്ല കുടുംബ ബന്ധങ്ങൾ വേണം, കൂടാതെ നല്ല സുഹൃത്തുക്കളും വേണം.